ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അബൌട്ട് ദ സ്ട്രോങ് ഹോൾഡ്സ് ബട്ട് ഫ്രം ടോട്ടലി അനദർ ആംഗിൾ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ദ എപ്പിസിൽ അക്കോർഡിംഗ് ടു സെയിന്റ് പീറ്റർ, ദ സെക്കൻഡ് എപ്പിസിൽ, 2-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ദ വേ ഓഫ് ബാലാം എന്ന് കാണുവാൻ സാധിക്കും. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരേവിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. ബിലയാമിന്റെ വഴിയിൽ നടന്നു. കംപ്ലീറ്റ് ചെയ്തിട്ട് വാക്യം. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് That's enough. അത് മതി. താങ്ക് യു. അനീതിയുടെ കൂലി കൊതിക്കുന്നത് ഇറ്റ്സ് വൺ സ്ട്രോങ് ഹോൾഡ്. അതൊരു സ്ട്രോങ് ഹോൾഡ്. നൗ ഞാൻ ഇഫ് യു ഗോ ത്രൂ എക്സ്റ്റെൻസീവ്ലി 65 പ്രാവശ്യം ബിലയാം എന്നുള്ള നാമം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് എഴുതിയിട്ടുണ്ട്. ഐ വെന്റ് ത്രൂ ദ എൻറ്റയർ ലിസ്റ്റ്. അതിൻ്റെ അകത്തുനിന്നൊരു ബ്രീഫ് സിനോപ്സിസ് ആണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആ ബ്രീഫായിട്ട് പറയുന്ന സന്ദേശത്തിൽ ഒന്നാമത് പറയട്ടെ, ആ അനീതിയുടെ കൂലി ഇല്ലെങ്കിൽ നീതി ഇല്ലാത്ത വരുമാനം എവിടെയെങ്കിലും വന്നാൽ പവർഫുൾ സ്ട്രോങ് ഹോൾഡ്, ഭയങ്കര സ്ട്രോങ് ഹോൾഡാണ്, ഭയങ്കര കോട്ടയാണ്. അനീതിയോട് ലഭിക്കുന്ന ഏതൊരു കൂലിയും എൻ്റെ കോണ്ടെക്സ്റ്റിൽ ഐ എം വെരി കോൺഫിഡൻറ്റ്. ദശാംശം കൊടുക്കാത്തവൻ്റെ കാശ് ഞാൻ വാങ്ങിക്കത്തില്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയത്തില്ല. വാങ്ങിച്ചാൽ ഐ വിൽ നോട്ട് യൂസ് ഇറ്റ്. കാര്യം അനീതിയുള്ള കൂലി അത്. അവൻ നീതിയോടെ ദൈവസന്നിധിയിൽ ദശാംശം കൊടുക്കാത്തതിൻ്റെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അൺനോൺ ഐ കാൺ സേ, അൺനോൺ അറിയാതെ എൻ്റെ കയ്യിൽ വന്നാൽ God being my witness, I am not sure. പക്ഷേ ദശാംശം കൊടുക്കാത്തവനാണ് എന്നറിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പണം വന്നാൽ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. വാങ്ങിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ഉപയോഗിക്കത്തില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ദ ലോർഡ് അക്സെപ്റ്റ്സ്. അനീതിയുടെ കൂലി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത രീതിയിൽ അതിനെ ചിന്തിക്കാം. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുകയല്ല. ബട്ട് എനിവേ ദാറ്റ് ഗോഡ് സീസ് ഇസ് നോട്ട് റൈച്ചസ്നെസ്. ആ പണം ജീവിതത്തിൽ ഗുണം പിടിക്കത്തില്ല. ഇറ്റ് വിൽ നെവർ ഡു യു ഗുഡ്. അതുകൊണ്ട് അനീതിയുടെ കൂലി ആഗ്രഹിക്കൽ ഭയങ്കരം സ്ട്രോങ് ഹോൾഡ്, ഭയങ്കരം ഒരു കോട്ടയം. ഞാൻ അവിടെ നിന്ന് 2-3 വാക്കുകൾ കൂടെ പറഞ്ഞതിന് ശേഷം ഈ ബാലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന് ദ വേ ഓഫ് ബാലാം, ബാലാമിൻ്റെ വഴി. യൂദായുടെ ലേഖനം 1 അധ്യായമേയുള്ളല്ലോ, 11-ാം വാക്യം. ദ എറ ഓഫ് ബാലാം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. താങ്ക് യു. ബിലയാമിന്റെ വഞ്ചന. 1 ബിലയാമിന്റെ വഴി, 2 ബിലയാമിന്റെ വഞ്ചന. വഞ്ചന എന്നുള്ളതിൻ്റെ ആക്ച്വലി ഇംഗ്ലീഷിൽ എറ ഓഫ് ബാലാം, ബാലാമിന്റെ തെറ്റെന്ന് എഴുതിയിരുന്നു. സോ ഐ വെന്റ് ടു റീസർച്ച് ബൈബിൾ ഭാഷയിൽ ഇല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയിരിക്കുന്ന റൂട്ട് ലാംഗ്വേജിൽ എന്താണെന്ന് നോക്കിയപ്പോൾ ഫ്രോഡ്, ഡിസീറ്റ്, വഞ്ചന, സ്ട്രേ ഫ്രം പയറ്റി, അതായത് ഭക്തിയുടെ വഴി വിട്ടുമാറുന്നത്. അങ്ങനെ ഉള്ള വഴികളിൽ പോയാൽ ഭയങ്കര സ്ട്രോങ് ഹോൾഡാണ്. ഭക്തി എന്താണ്? തലയിൽ തുണിയിട്ട് സഹോദരിമാർ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയുടെ മാർഗമാണ്, സഭയുടെ കൾച്ചറാണ്. ഭക്തി വിട്ടുപോകുന്നവർ പറയും, അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഭക്തിയുടെ ആവശ്യമില്ല. തലയിൽ തുണിയിടുന്ന ഒരു സഹോദരിയെ കാണുമ്പോൾ ഇറ്റ് ബ്രിങ്സ് അസ് എ ഗുഡ് പിക്ചർ ഓഫ് പയറ്റി. ഭക്തിയുടെ ഒരു വേഷമാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് സംതിങ് ടു ബി bitter about. So ഭക്തിയുടെ വേഷം വിട്ട് ഫ്രോഡുലൻറ്റ്, കള്ളത്തരം കാണിക്കുന്നത്, ഡിസീറ്റ്, വഞ്ചനയും ചതിവും കാണിക്കുന്നത് ബാലാമിൻ്റെ തെറ്റാണ്. ആൻഡ് ദ ബൈബിൾ സേസ് ബിലയാമിൻ്റെ തെറ്റ്, ബിലയാമിൻ്റെ വഞ്ചനം. വെളിപ്പാട് പുസ്തകം ഇത് വായിക്കേണ്ട അഗൈൻ 2-ാം അധ്യായം 14-ാം വാക്യം. There are some who are clinging to the teaching of Balaam. പെർഗമോമിലുള്ള സഭയോട് കർത്താവ് പറയുകയാണ്, nevertheless I have few things against you. എനിക്ക് എന്നാലും ചെറിയൊന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. You have some people, those who are clinging to the teaching of Balaam. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന കുറച്ച് പേർ നിനക്കുണ്ട്, ചെറിയൊരാൾക്കാർ. മെജോറിറ്റി അതാന്നല്ല, ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അന്തിപ്പാസ് രക്തസാക്ഷിയായ ഭയങ്കരം ചരിത്രം പറയാനുണ്ട്. ഒത്തിരി നല്ല സാത്താൻ്റെ സിംഹാസനം അവിടെ ഉണ്ടെങ്കിലും നീ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. ബട്ട് ഐ ഹാവ് സം വേർഡ് അഗൈൻസ്റ്റ് യു. എനിക്ക് നിന്നെക്കുറിച്ച് ചെറുതായിട്ടൊരു കാര്യം പറയാനുണ്ട്. യു നോ വാട്ട്? എന്താണെന്ന് അറിയാമോ? ദർ ആർ സം പീപ്പിൾ ഹു ആർ ക്ലിങ്ങിങ് ടു ദ ടീച്ചിങ് ഓഫ് ബാലാം. 1 ദ വേ ഓഫ് ബാലാം, ബിലയാമിൻ്റെ വഴി. 2 ദ എറർ ഓഫ് ബാലാം, ബിലയാമിൻ്റെ വഞ്ചന. 3 ടീച്ചിങ് ഓഫ് ബിലയാം, ബിലയാമിൻ്റെ പഠിപ്പീര്.
ഇതിൻ്റെ അകത്ത് ഇന്ന് രാവിലെയാണോ ഇന്നലെ രാത്രിയിലാണോ ഞാൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു. ഇത് സംതിങ് ടു ദ ലീഡർഷിപ്പ്. ഒരു പക്ഷേ കോൺഗ്രിഗേഷനെ അധികം ബാധിക്കാത്തതാണെങ്കിലും ലീഡർഷിപ്പിനെ ധാരാളം ബാധിക്കുന്നത്. ദ ടീച്ചിങ് ഓഫ് ബാലാം, ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്ന ചിലർ നിൻ്റെ അകത്തുണ്ട്. സോ വാട്ട് ഡു യു ഡു? ക്യാൻ യു ഫിൽറ്റർ ദം ഔട്ട്? അവരെ പുറത്താക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ നാളെ തൊട്ടിങ്ങോട്ട് വരേണ്ട കാര്യം നീ ബിലയാമിൻ്റെ ഉപദേശം വി കാൻ ഡു ദാറ്റ്. പകരം what is a church supposed to do? സഭയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? We can make public confessions, we can make public declarations. നമ്മൾക്ക് പരസ്യമായി ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാൻ കഴിയും. അവർ നമ്മുടെ നടുവിലുള്ളവരാണെങ്കിലും ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ, ബിലയാമിൻ്റെ പഠിപ്പീരുകൾ കൈക്കൊള്ളുന്നവർ, ബിലയാമിൻ്റെ വഞ്ചനയിൽ പോകുന്നവർ നമ്മുടെ ഇടയിൽ പാർക്കുന്നവരാണെങ്കിലും നമ്മൾക്കുള്ളവരല്ല എന്ന വാക്കുകളിലും പ്രവൃത്തിയിലും വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയും, നീ അവരെ ടോളറേറ്റ് ചെയ്തു, യെസബേലിനെ നീ ടോളറേറ്റ് ചെയ്തു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറയുന്ന ആ ടോളറേഷൻ അംഗീകരിച്ചെന്നല്ല, അവരെ പ്രോത്സാഹിപ്പിച്ചെന്നല്ല, നീ അവരെ സഹിച്ചു എന്നുള്ള ആ പഴി പോലും ചാരാതെ കർത്താവ് നമ്മളെ ബethel-നെ സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. So from that context, our context നിന്ന് I want to think about the era of Balaam, the way of Balaam, the teaching of Balaam, ബിലയാമിൻ്റെ ഉപദേശം, ബിലയാമിൻ്റെ ഭോഷ് ഇല്ലെങ്കിൽ വഞ്ചന, ബിലയാമിൻ്റെ വഴി എന്താണ് എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ലൈക്ക് ഐ മെൻഷൻ ദിസ്, ഈ സ്റ്റേജിൽ മുഴുവൻ വെളിച്ചവും ദൈവത്തിൻ്റെ പ്രവൃത്തികളുണ്ടെങ്കിലും കോട്ടകൾക്കകത്ത് ഒളിച്ചിരിക്കുന്നത് പിന്നത്തേതിൽ പുറത്തു വന്ന് തകർത്ത് കളയും, അതിനെ കറപ്റ്റ് ചെയ്ത് കളയും എന്നുള്ള ആശയം പുറത്തു കൊണ്ടുവരും. ലെറ്റ് മീ ടെൽ യു, സംഖ്യാപുസ്തകം വായിക്കുന്നില്ല, സംഖ്യാപുസ്തകം 21, 22, 31 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ ബിലയാമിൻ്റെ ചരിത്രം അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന അധ്യായങ്ങളും പിന്നത്തേതിൽ ചുരുക്കമായി അതിൻ്റെ അകത്തേക്ക് ഉൾക്കാഴ്ചകൾ പകരുന്ന അധ്യായങ്ങളും സംഖ്യാപുസ്തകം 21 അധ്യായം മുതൽ കാണുവാൻ സാധിക്കും. സോ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ സാധിക്കത്തില്ലെങ്കിലും ഐ എം ഗോയിങ് ടു ഗിവ് യു എ ബേർഡ്സ് ഐ വ്യൂ, ഒരു കൺസൈസ്, ഒരു ബ്രീഫായിട്ടുള്ള ഒരാശയം പറയാൻ പോകുക. വായ് നമ്മളുടെ അകത്ത് ബിലയാമിൻ്റെ വഴി വരാൻ പാടില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ബിലയാമിൻ്റെ വഴിയിൽ വന്നപ്പോൾ മോശ ബിലയാമിനെ തൊട്ടില്ല. ഡു യു നോ ദാറ്റ്? ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ മേ ബി വി വിൽ കം. സംഖ്യാപുസ്തകം ഇപ്പോൾ വായിക്കേണ്ട 31 അധ്യായം 16 വാക്യത്തിൽ ബിലയാമിൻ്റെ ഉപദേശത്താൽ പൊല്യൂട്ടായിപ്പോയ, കറപ്റ്റായിപ്പോയ, അവൻ്റെ ഉപദേശത്തിൽ തകർന്നു പോയവരെ വെട്ടിക്കൊല്ലുവാൻ മോശ കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും ബിലയാമിനെ തൊടാൻ അനുവാദമില്ലായിരുന്നു. വായ്? കാര്യം ബൈബിൾ പറയുന്നത് ടച്ച് നോട്ട് മൈ അനോയിൻറ്റഡ്, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്. മോശ വ്യക്തിപരമായി ബിലയാമിൻ്റെ ആലോചനയിൽ തെറ്റിപ്പോയവരെ വെട്ടിക്കളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും ബിലയാമിനെ തൊടുവാൻ പറഞ്ഞില്ല. കാര്യം ഈവൻ ദെൻ ഹീസ് എ പ്രോഫിറ്റ് ഓഫ് ഗാഡ്. എന്തോ പ്രൊഫസീസ് അന്നേരം ദൈവ സമയം അനുവദിച്ചാൽ ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. ഒരു പക്ഷേ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന് കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ ആ പ്രവചനത്തെക്കാൾ കുറയാത്ത പ്രവചനമാണ് ബിലയാം പറഞ്ഞിരിക്കുന്നത്. പവർഫുൾ പ്രൊഫസീസ്. അകത്ത് അത്രയ്ക്ക് ശക്തമായ കോട്ട കെട്ടി അതിൻ്റെ അകത്തുള്ള ദുർവ്യാപാര ശക്തികൾ അകത്തിരിക്കുമ്പോൾ തന്നെ പ്രവാചകൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ആഴത്തിലെ തട്ടുകൾ ഉപയോഗിച്ച പ്രയോജനപ്പെട്ട ബിലയാമിനെ കാണുവാൻ സാധിക്കും. But strongholds are very, very dangerous. എങ്ങനെയാണ് ബിലയാമിൻ്റെ അവസാനമെന്നും ബൈബിളിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് എ പ്രോസസ്? എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. നോ വൈ, വാട്ട് ഈസ് മൈ ഒബ്ജക്റ്റീവ്? എൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ കൃപാവരങ്ങൾ ശുശ്രൂഷിക്കുന്നവരുണ്ട്, ഇവിടെ വെളിപ്പാടുകൾ കാണുന്നവരുണ്ട്, ഇവിടെ അസാധാരണ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ നല്ലത് അനേകമുള്ളതുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ എവിടെയെങ്കിലും ഒരു കോട്ടയുണ്ടെങ്കിൽ ജീവിതത്തെ തകർത്ത് കളയുവാനുള്ള ദൈവവചനം പഠിപ്പിക്കുന്ന സാധ്യതകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. So Moses did not touch. മോശ തൊട്ടില്ല. കാര്യം പ്രമാണം കിടക്കുക. ശൗൽ അഭിഷേകം നഷ്ടപ്പെട്ടവനായിരിക്കും, പക്ഷേ അഭിഷക്തന്മാരെ തൊടരുത് എന്നുള്ള ദൈവപ്രമാണം ദാവീദിന് അറിയാമായിരുന്നു. Now വെളിപ്പാട് പുസ്തകം 2:14 ഞാനൊന്ന് വായിച്ചോട്ടെ. I'll just read it for you in English. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Nevertheless, I have few things against you. കർത്താവ് പറയുക, നിനക്ക് വിരോധമായ ചില കാര്യങ്ങളുണ്ട്. You have some people, ഒത്തിരി പേരൊന്നുമില്ല, അവിടുത്തെ കമ്മിറ്റി ഒന്നുമല്ല, അവിടുത്തെ ശുശ്രൂഷകന്മാരല്ല, ഇതിൻ്റെ ഇടയിൽ കുറച്ച് പേരെ പറ്റിക്കൂടിയിട്ടുണ്ട്. They are clinging to the teaching of Balaam. ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവരാണ് അവർ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങൾ അവരെ ത്യജിച്ചില്ല, നിങ്ങൾ അവരെ ഖണ്ഡിച്ചില്ല, നിങ്ങൾ അവരെ അംഗീകരിച്ചു, പ്രൊമോട്ട് ചെയ്തോ ഇല്ല, ഐ ഡോണ്ട് നോ, ബട്ട് ദേ ആർ ദെയർ. ദേ ആർ ക്ലിങ്ങിങ്. ബിലയാം എന്തുവാണ് ചെയ്തത്? ഹു ടോട്ട് ബാലക്
to set a trap and stumbling block before the sons of Israel. ഇസ്രയേലിന് മുൻപിൽ അവർക്കൊരു ഇടർച്ചയായി, അവർക്കൊരു കെണിയായി മാറുവാൻ ബാലാക്ക് രാജാവിന് ഉപദേശം പറഞ്ഞു കൊടുത്തു. To entice them, അവരെ അങ്ങ് പ്രലോഭിപ്പിക്കുവാൻ. To entice them to eat food that has been sacrificed to idols. വിഗ്രഹങ്ങൾക്ക് നൽകപ്പെട്ട ആഹാരം തിന്നുവാൻ അവരെ പ്രേരിപ്പിച്ചു. And to practice lewdness. അല്പസ്വല്പം തെറ്റ് ചെയ്താലും സാരമില്ല. Giving themselves up to sexual vice. ലൈംഗിക പാപങ്ങൾ. ഇറ്റ്സ് ഓക്കെ, പിന്നത്തേതിലും ക്ഷമ ചോദിച്ചാൽ മതി, സാരമില്ല, കൃപയാണല്ലോ, ആർക്കാ തെറ്റ് പറ്റാത്തത്, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, ഇനി അത് ചെയ്യാതിരുന്നാൽ മതി, കുറഞ്ഞ പക്ഷം ഇനിയും ചെയ്താൽ വീണ്ടും മാനസാന്തരപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘുവായി എടുക്കുന്ന ഒരു തലം. ദാറ്റ് ഈസ് വാട്ട് ദ ടീച്ചിങ് ഓഫ് ബാലം ഇസ് ഓൾ അബൌട്ട്. ബിലയാമിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു ഭാഗം. നൗ let me bring another scripture portion to your attention. സംഖ്യാപുസ്തകം 31 അധ്യായം 16 വാക്യം. Numbers 31 and verse number 16. ഇവരെ അത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവുവാനും ഹേതുവായത്. See, when ശപിച്ചില്ല, ഇവന്റെ whole chapter, I'll tell you the story in a few minutes. ആ സ്റ്റോറി പറയുമ്പോൾ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് മനസ്സിലാവും. ബാലാക്ക് എന്ന രാജ, okay, let me tell you the story first so then we have the whole context. ഇസ്രായേൽ ജനം മിസ്രൈം വിട്ടു വന്നു. അണ്ടർ ഹൂ? മോസസ്. മോശയുടെ നേതൃത്വത്തിൽ വരികയാണ്. മോശ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ദൈവജനമാകുന്ന ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും അത്ഭുതകരമായി ദൈവം വെടിവെച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ വന്ന് ഇങ്ങനെ വരുമ്പോൾ ആ വഴിയിലുള്ള ഒരു രാജാവായിരുന്നു ബാലാക്ക് രാജാവ്. ബാലാക്ക് രാജാവ് നോക്കിയപ്പോൾ വെട്ടിക്കിളി പോലെ ഒരു കൂട്ടം 6 ലക്ഷം കുടുംബങ്ങൾ തൻ്റെ ദേശത്ത് വന്നും കിടക്കുകയാണ്. ഇവരെക്കുറിച്ചുള്ള ഭീതി ദൈവസന്നിധിയിൽ, ഇവരെക്കുറിച്ചുള്ള ഭീതി ബാലാക്കിനുമുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ സാധിക്കത്തില്ല. Can I tell you something? ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സ്പിരിച്വൽ ഡൈനാമിക്സ് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കമ്പനിയുടെ ലോവർ കേഡറിലുള്ളവർക്കോ മിഡിൽ മാനേജ്മെൻറ്റോ ഈവൻ അപ്പർ മാനേജ്മെൻറ്റിലുള്ള പലർക്കും, ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിൽ മിഡ് ലെവലോ, പൊളിറ്റിക്സിൽ ഒത്തിരി കൂടെ അറിയാം. പക്ഷേ പലയിടങ്ങളിലും അപ്പർ എഷലോൺ ഉയരത്തിലുള്ളവർക്ക് മാത്രമേ പല ആത്മീയ തത്വങ്ങളും അറിയത്തുള്ളൂ. ബാലാക്കിന് ഒരു കാര്യം അറിയാം, ഇവരെ തൊടാൻ പറ്റത്തില്ല. ഇവരെ തൊട്ട് കഴിഞ്ഞാൽ വിധം മാറും. കാര്യം സീഹോൻ, ഓഗ്, വ്യത്യസ്ത രാജാക്കൻ, അമാലേക്യർ, ഇവരെല്ലാം ജയിച്ചു വന്നിരിക്കുകയാണ്. ആ അമാലേക്കും ഓഗും സിഹോനുമൊക്കെ അൺബിലീവബിൾ. ഇന്നത്തെ ന്യൂക്ലിയർ പവേഴ്സ് പോലെ ആർക്കും തൊടാൻ പറ്റത്തില്ല. ഫറവോനോ 600 ഇരുമ്പ് രഥങ്ങളുള്ളവർ, അവരെയെല്ലാം തോൽപ്പിച്ച് യാതൊരു വാർ ട്രെയിനിങ്, യുദ്ധത്തിനുള്ള അഭ്യാസവും ഇല്ലാത്ത 6 ലക്ഷം അടിമകളായിരുന്നവർ പുറപ്പെട്ടു വന്ന് ഇത്രയും പരാക്രമം കാണിച്ചെങ്കിൽ ഇവരെ തൊടാൻ പറ്റത്തില്ല. ഇവർക്ക് ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. അതുകൊണ്ട് ഈ സൂപ്പർ നാച്ചുറൽ പവർ ഇവരുടെ അകത്തുനിന്ന് മാറണമെങ്കിൽ ഇവരെ ശപിച്ചേ പറ്റത്തുള്ളൂ. യു ഹാവ് ടു ബി കഴ്സ്ഡ്. കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ശാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് പരിമിതിയുണ്ട്. കേഴ്സ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലെടുത്ത് പഠിച്ചാൽ ജനറേഷണൽ കേഴ്സ് മാത്രമല്ല, തലമുറയായി വരുന്ന ശാപം മാത്രമല്ല. കേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ വൈഡ് റേഞ്ച്, ആ വലിയ ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് മന്ത്രവാദം, ആഭിചാരം. അതും കേഴ്സിൻ്റെ ഭാഗമാണ്. കാര്യം മന്ത്രവാദത്താൽ, ആഭിചാരത്താൽ വരുന്നത് അത് തലമുറകളായി പിന്തുടരും. ലിസൺ ടു ദിസ്. ഒരു പണിഷ്മെൻറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം കൊണ്ട് അസ്തമിച്ചാൽ, പണിഷ്മെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്യക്തിക്ക് ലഭിക്കുന്ന ദണ്ഡനം, വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്നാണെങ്കിൽ കേഴ്സ് എന്ന വാക്കും കൊണ്ട് അർത്ഥമാക്കുന്നത് തലമുറയായി കൈമാറുന്നതെന്നാണ്. ശാപം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കറക്റ്റാ, പക്ഷേ ശാപം തലമുറയായി കൈമാറ്റപ്പെടുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. യു നോ വൈ? കാര്യം ശാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തലമുറയായി കൈമാറ്റപ്പെടുന്നതെന്നാണ്. പണിഷ്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നതെന്നാണ്. ശാപമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ തലമുറയായി ശാപം വരത്തില്ല. യു ഹാവ് നോ ക്ലൂ ടു വാട്ട് ദ വേർഡ് കേഴ്സ് മീൻസ്. ശാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തലമുറയായി കൈമാറുകയാണ്. മന്ത്രവാദത്താൽ ഒരു വ്യക്തി ശപിക്കപ്പെട്ടാൽ, മന്ത്രവാദത്താൽ ആരെങ്കിലും ശപിച്ചാൽ അതിൻ്റെ അർത്ഥം തലമുറകളായി അതിൻ്റെ എഫക്റ്റ് വരും. സോ ബാലാക്ക് വിളിക്കുക, കേഴ്സ് ദിസ് പീപ്പിൾ ഫോർ മീ, ഇവരെ ഒന്ന് ശപിക്കണം.
എങ്ങനെയാണ് ശപിക്കേണ്ടത്? ഉയരത്തിലുള്ള സ്ഥലത്തിൽ വന്ന്. ഈ സംഖ്യാപുസ്തകം 21 22 വായിച്ചാൽ so many deep spiritual dynamics. Last night I was reading through it. I was fascinated. കാര്യം ഒരുപക്ഷെ മോഡേൺ യുഗത്തിൽ പെന്തിക്കോസുകാരും ആത്മശക്തി കൈകാര്യം ചെയ്യുന്നവർക്കും ഉൾക്കാഴ്ച ഇല്ലാത്ത കാര്യങ്ങളാണ് സംഖ്യാപുസ്തകം 21 22 മുതൽ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ബാലാം ആത്മീയ ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു. അനേക ആത്മീയ ഡൈനാമിക്സ് അറിയാവുന്ന വ്യക്തിയായിരുന്നു. താൻ വന്നു ശപിക്കാനായിട്ട് വന്നു. കാര്യം ബാലാക്ക് രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, യു ജസ്റ്റ് കേഴ്സ് ദം. നീ ഒരു വാക്ക് ശപിച്ചാൽ മതി, നിന്റെ ഒറ്റ വാക്കും കൊണ്ട് ഇവർ പരാജയപ്പെടും. എനിക്കറിയാം ദൈവദാസന്മാരുടെയും ആത്മശക്തി കൈകാര്യം ചെയ്യുന്നവരുടെയും ഒറ്റ വാക്ക് ശാപമായി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. വി മസ്റ്റ് ബി വെരി കോഷ്യസ്. എനിവേയ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വന്ന് ഇവരെ ശപിക്കാൻ പറഞ്ഞു. Now I'm going to get into some of those scriptures. So അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ആ ഹോൾ സ്റ്റോറി മാത്രം വളരെ ചുരുക്കമായി പറയട്ടെ. ഒന്ന്, ശപിക്കാൻ പറഞ്ഞു. സോ താൻ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ ഉത്തരം, അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ രീതികൾ എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുകയാണ്. സോ അത് കഴിഞ്ഞപ്പോൾ താൻ ബാലാക്ക് അയച്ച ആൾക്കാരുടെ കൂടെ ബാലാക്കിൻ്റെ ടെറിട്ടറിയിൽ വന്നു. അവിടെ വന്നിട്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കാനായി യാഗപീഠം പണിതു. യാഗപീഠത്തിൻ്റെ മേൽ യാഗമൃഗങ്ങളെയൊക്കെ വെച്ചു. 7 യാഗപീഠങ്ങൾ പണിത് യാഗമൊക്കെ ക്രമീകരിച്ചു. യാഗം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് താൻ ഉയർന്നൊരു സ്ഥലത്ത് പോയി ദൈവം തൻ്റെ അരികിൽ വന്നു. ദൈവം തൻ്റെ അരികിൽ വരുമ്പോൾ മറക്കല്ല, കോട്ട അവിടെയുണ്ട്. കോട്ട അവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അരികിൽ വന്നു ചോദിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ ഞാൻ പറയുന്നതല്ലാതെ ഒറ്റ വാക്ക് പറയല്ല. 7 പ്രാവശ്യം ശപിക്കുവാൻ താൻ ചെന്നു. പക്ഷേ 7 പ്രാവശ്യവും ദൈവത്തിൻ്റെ അരുളപ്പാട് ബിലയാമിൽ കൂടെ ഉണ്ടായി. അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ബാലാക്കിന് ഭയങ്കര അരിശം വന്നു. ബൈബിൾ പറഞ്ഞ ഹി സ്ട്രക്ക് ഹിസ് ഹാൻഡ്സ്, കൈ അടിച്ചിട്ട് പറഞ്ഞു, ഐ എം റിയലി ആംഗ്രി വിത്ത് യു. ആ ഈഗോ, ആ ചില കോട്ടകൾ, ഐ ടച്ച് അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് സ്ട്രോങ് ഹോൾഡ്സ്, ചില കോട്ടകളെ കയറി തൊട്ട് കഴിഞ്ഞപ്പോൾ ബിലയാം ഒരു കാര്യം ചെയ്തു. ബിലയാം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഐ ഗിവ് യു കൗൺസിൽ, ടീച്ചിങ്, എറർ, ഡിസ്ഫ്രോഡ്, ഫോൾ, ചീറ്റിംഗ്, ഇതെല്ലാം ഡിസീറ്റ്, ഇതെല്ലാം രംഗപ്രവേശനം ചെയ്യുക. ദൈവം അരുളി ചെയ്തല്ലാത്ത ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. ആ ആലോചന ഇതായിരുന്നു. Now we are going to read that. Verse number 16 of chapter number 31. Behold, this caused the Israelites by the counsel of Balaam to trespass. ഒന്ന്, ബിലയാമിൻ്റെ ആ ആലോചന നിമിത്തം ചിലർ ട്രെസ്പാസ് ചെയ്തു, അതിർ ലംഘിച്ചു. They trespassed. ഒന്ന്, അതിർ ലംഘിച്ചു. And act treacherously against the Lord in the matter of Peor. Peor എന്ന ആ സ്ഥലത്തുള്ള ബാലിൻ്റെ ശക്തികൾ അതിനോട് ചേർന്ന് ഇവർ യഹോവയ്ക്ക് വിരോധമായി അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ചു. And so a smiting plague came among the congregation of the Lord. ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു ബാധ കടന്നു വന്നു. സംഖ്യാപുസ്തകം 25 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. These are the few words that I really want to read. സംഖ്യാപുസ്തകം 25, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 5-6 വാക്യങ്ങൾ വായിക്കും. Please bear with me. It's so important. Numbers chapter number 21. സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. Thank you. ഈ 3 വാക്യങ്ങളിൽ നിന്നും I want to see how we corrupt ourselves. ബിലയാമിൻ്റെ ഉപദേശമുണ്ടെങ്കിൽ ആഘോഷങ്ങൾക്ക് പോയാൽ ഇപ്പോൾ കുഴപ്പം എന്തുവാ, അവരുടെ വസ്ത്രധാരണം ധരിച്ചാലുള്ള കുഴപ്പം എന്തുവാ, കൾച്ചറൽ ആസ്പെക്റ്റ് അല്ലയോ, ഇറ്റ്സ് ഓക്കെ. ബിലയാമിൻ്റെ ഉപദേശം ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇസ്രായേൽ സെറ്റിൽ ഡൗൺ ആൻഡ് റിമെയിൻഡ് ഇൻ ഷിറ്റീം. ആ ഷിറ്റീമിൽ വന്നവർ പാർത്തു, അവർ സെറ്റിൽ ഡൗൺ ആയി. പെതിയെ ബിലയാമിൻ്റെ ആലോചനകൾ കിക്കിൻ ചെയ്യാൻ ആരംഭിച്ചു. ആൻഡ് ദ പീപ്പിൾ ബിഗാൻ ടു പ്ലേ ദ ഹാർലറ്റ് വിത്ത് ദ ഡോട്ടേഴ്സ് ഓഫ് മോവാബ്. മോവാബ്യ സ്ത്രീകളുമായി ഇവരൊന്ന് അശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേർ. സോ അവരെന്ത് ചെയ്തു? ദേ ഇൻവൈറ്റഡ് ദ ഇസ്രായേലൈറ്റ്സ്. മോവാബ്യർ ഇസ്രായേൽ
യു കം വിത്ത് അസ്, ഞങ്ങളുടെ അടുക്കലൊന്ന് വാ. ടു ദ സാക്രിഫൈസസ് ഓഫ് ദർ ഗോഡ്സ്. നിങ്ങൾ യാഗമൊന്നും കഴിക്കേണ്ട, ഞങ്ങൾ യാഗം കഴിക്കുമ്പോൾ മുറ്റത്തിരുന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ യഹോവയ്ക്ക് യാഗം കഴിച്ചാൽ മതി. വി ആർ ജസ്റ്റ് ഇൻവൈറ്റിംഗ് യു, കം ഓവർ, ബി ദർ. അവിടെ നിന്ന് വന്നിരുന്നാൽ മതി. ബാലാക്ക് ബിലിയാമിനെ വിളിച്ചതുപോലെ. ഞാൻ അങ്ങോട്ട് വരാം, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ യു കം ആൻഡ് ബി ദർ, ഇൻവൈറ്റഡ് ദി ഇസ്രായേലിറ്റ്സ് ടു ദ സാക്രിഫൈസ് ഓഫ് ദ ഗോഡ്സ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾക്ക് പല ആഘോഷങ്ങളിൽ ക്ഷണനം ലഭിക്കുന്നത് പോലെ അവർ വന്നു. അവർ ഈ യാഗങ്ങളിൽ ഏർപ്പെട്ടതായി ബൈബിൾ പറയുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. ബട്ട് വാട്ട് ഡിഡ് ദേ ഡു? ദേ ഏറ്റ്. അവർ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചാൽ ഇപ്പം എന്താ? ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലയോ സ്തോത്രം ചെയ്ത് കഴിച്ചാൽ ഒന്നും ബാധിക്കത്തില്ലെന്ന്? ബിലിയാമിൻ്റെ ഉപദേശം അനുസരിച്ച് ദേ സ്റ്റാർട്ടഡ് ടു ഈറ്റ്. ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദേ ബോ ഡൗൺ ടു മോവാബ്സ് ഗോഡ്സ്. മോവാബ്യ ദേവന്മാരുടെ മുൻപിൽ അവർ വണങ്ങുവാൻ ആരംഭിച്ചു. ഞാൻ ശരീരം കൊണ്ട് വണങ്ങി എന്നുള്ള ആശയം മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. Their mind started to bend. അവരുടെ മനസ്സ് പുതുതായിട്ട്, you know why? അവരുടെ സ്വയം ഇച്ഛയാലല്ല, ഇറ്റ്സ് നോട്ട് ഔട്ട് ഓഫ് ദ സെൽഫ് വിൽ. പകരം വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കുന്നത്? അവരുടെ അകത്ത് ആഹാരത്തിൻ്റെ സ്വാധീനം. Don't think that your food only influences your body. ശരീരത്തെ സ്വാധീനിക്കുവാൻ, ശരീരത്തെ ബലപ്പെടുത്തുവാൻ ആഹാരത്തിൽ പ്രോട്ടീൻസും വിറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്, നല്ലതാണ്. പക്ഷേ ആഹാരം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ, ദർ ഇസ് എ സ്പിരിച്വൽ ഡൈമെൻഷൻ. ഏലിയാവിന് ഒരപ്പം കൊടുത്ത് 40 രാപകലുകൾ നീണ്ട യാത്രയ്ക്ക് വേണ്ടി ഒറ്റ ആഹാരത്തിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോൾ സം ഓഫ് us know how to capitalize on the fellowship lunch. ചിലർക്കത് അറിയത്തില്ല. ചിലർക്ക് ഒരു ചാപ്പാടും കൂടെ കിട്ടി അടിച്ചേച്ച് വീട്ടിൽ പോകാം, ദാറ്റ്സ് ഓൾ. പക്ഷേ സം ഓഫ് ദം നോ ഹൗ ടു ക്യാപിറ്റലൈസ് ഓൺ ദ സ്പിരിച്വൽ ഡൈമെൻഷൻ ഓഫ് ദ ഫെലോഷിപ്പ് ലഞ്ച്. നമ്മളുടെ കൂട്ടായ്മകളിൽ ലഭിക്കുന്ന ആഹാരത്തിന് അതിൻ്റെ അർത്ഥമുണ്ട്. ചായ ആയിരിക്കും, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് പവർ. കാര്യം ദാറ്റ് ഇസ് എ സ്പിരിച്വൽ ഡൈമെൻഷൻ. പലർക്കും ഇത് അറിയത്തില്ല. അങ്ങനെ സോ ഇസ്രായേൽ ജോയിൻഡ് ഹിംസെൽഫ് ടു ദ ഗോഡ് ബേൽ ഓഫ് പ്യോർ. അങ്ങനെ ഇസ്രായേൽ ദൈവത്തോട് ബന്ധപ്പെട്ട് യോജിച്ച് ഇരിക്കേണ്ട ഇസ്രായേൽ ജോയിൻഡ് ഹിംസെൽഫ് ടു ദ ഗോഡ് ബേൽ ഓഫ് പ്യോർ. ഞങ്ങളവിടെ പോയി കെട്ടിപ്പിടിച്ചൊന്നുമില്ല, ഞങ്ങളവിടെ പോയി അവൻ്റെ മുൻപിൽ ഞങ്ങൾ അങ്ങനെ പോയി ഒന്നും ചെയ്തില്ല, യാഗമൊന്നും കഴിച്ചില്ല. വി വർ ഇൻവൈറ്റഡ്. പിന്നെ അവർ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ഉപവാസം എങ്ങനെയാണ് പറഞ്ഞത്? അവരുടെ കൂടെ കഴിച്ചു. എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഹൂ നോസ്, ആർക്കും അറിയത്തില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, സോ ഇസ്രായേൽ ജോയിൻഡ് ഹിംസെൽഫ് ടു ദ ഗോഡ് ബേൽ ഓഫ് പ്യോർ. പ്യോറിലെ ബാലുമായി ഇസ്രായേൽ ജോയിൻ ആയിപ്പോയി. എവിടെ നിന്ന് വന്നു? ബിലയാമിൻ്റെ ആലോചന, ബിലയാമിൻ്റെ വഴി. ആൻഡ് ദി anger ഓഫ് ദ ലോർഡ് was kindled against Israel. ഇസ്രായേലിന് വിരോധമായി ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. വായ്? എവിടെയോ പ്രവാചകനായ ഒരു ബിലയാമിൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന കോട്ട നിമിത്തം. എന്താണ് കോട്ട? We are going to slowly step into it one by one. Numbers 22. You must help me read few verses. എങ്കിൽ മാത്രമേ ഈ ആശയം എനിക്ക് വ്യക്തമായി വരച്ചു കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. 22-ാം അധ്യായം, സംഖ്യാപുസ്തകം തന്നെ 22-ാം അധ്യായം, അതിൻ്റെ 12-ാം വാക്യം. ഞാൻ ആ ചരിത്രം പറഞ്ഞല്ലോ. Now I'll bring to you certain highlights that I want to bring before you. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ബിലയാമിനോട് ദൈവം പറഞ്ഞത് വായിച്ചാട്ട് 12-ാം വാക്യം. ദൈവം ബിലയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ദേ ആർ ബ്ലെസ്ഡ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. 2 ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, യു ഷാൽ നോട്ട് ഗോ വിത്ത് ദം, നീ അവരുടെ കൂടെ പോകരുത്. 2, യു ഷാൽ നോട്ട് കേഴ്സ് ദ പീപ്പിൾ. 2 ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആൻഡ് ഇഫ് യു ഗോ ത്രൂ ദ ഹിസ്റ്ററി, എങ്ങും ചോദിക്കുന്നില്ല, പോകട്ടെ ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവം ബാലാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. 9-ാം വാക്യം, God came to Balaam and said, What men are these with you? നിന്റെ കൂടെ ഇരിക്കുന്ന ഇവരാരാ? കർത്താവിന് അറിയാൻ വയ്യാത്ത പോലെ, ഇതാരാ ഇവർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ബാലാം ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ പറയുന്ന മറുപടി. ബാലാം said to God, Balak the son of Zippor, King of Moab has sent to me. ഇവരെ ബാലാക്ക് അയച്ചിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം എന്താണ്? Behold the people who came out of Egypt.
മിസ്രൈമിൽ നിന്ന് വന്നവർ അവർ ഭൂമിയിൽ മുഴുവൻ പരന്നിരിക്കുന്നു. ഇപ്പോൾ വന്ന് അവരെ ശപിക്കണം, വരണം, ശപിക്കണം. അങ്ങനെ നീ ശപിച്ചാൽ അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുവാൻ സാധിക്കും. അതിന് ദൈവം പറയുക, ബാലാം, ഗോ നോട്ട് വിത്ത് ദം, അവരുടെ പോകരുത്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ഡു നോട്ട് കർസ് ദ പീപ്പിൾ, നീ അവരെ ശപിക്കരുത്. ഫോർ ദേ ആർ ബ്ലെസ്ഡ്. ഇൻഫർമേഷൻ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സിമ്പിൾ. അതിൻ്റെ മറുപടി ബാലാം പറയുന്നതും വളരെ സിമ്പിളായിട്ടാണ്. തിരിച്ചു വന്ന് പറയുക, റോസ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സെഡ് ടു ദ പ്രിൻസസ് ഓഫ് ബാലാക്, ഗോ ബാക്ക്, മടങ്ങിപ്പോക്കോ, ഗോ ബാക്ക് ടു യുവർ ഓൺ ലാൻഡ്, നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോ. ഫോർ ദ ലോർഡ് റിഫ്യൂസസ് ടു പെർമിറ്റ് മീ ടു ഗോ വിത്ത് യു, നിങ്ങളോട് കൂടെ പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പോയിന്റ് ബ്ലാങ്ക്. എങ്ങും വഞ്ചനയുടെയോ ദ്രവ്യാഗ്രഹത്തിൻ്റെയോ ലാഞ്ചന പോലും കാണുവാനില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇവൻ ഭയങ്കരം ദ്രവ്യാഗ്രഹിയായിരുന്നു, ഭയങ്കരം കറപ്റ്റായിരുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷോ മീ വൺ സ്പേസ്, വൺ പ്ലേസ് വേ യു ക്യാൻ ത്രോ എ സ്റ്റോൺ. ഒരു വിരൽ ചൂണ്ടുവാനോ ഒരു കല്ലെറിയുവാനോ ഒറ്റ സ്ഥലം കാണിക്കാമെങ്കിൽ ഐ റിക്വസ്റ്റ് യു, പ്ലീസ് ഷോ ദാറ്റ്. അടുത്തത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തിരിച്ചുപോയി. പിന്നെയും ബാലാക്ക് ആൾക്കാരെ വിട്ടു. ഇതിനും ബാലാക്ക് വന്നപ്പോൾ ബാലാക്കിൻ്റെ ആൾക്കാരോട് പറയാം, നീ എൻ്റെ ബാലാക്കിൻ്റെ വീട് മുഴുവൻ വെള്ളിയും പൊന്നും തന്നെ എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ല. ദ്രവ്യാഗ്രഹം ഇല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ കണിക പോലും ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല. ഐ വിൽ നോട്ട്, ഐ വിൽ പ്രൊമോട്ട് യു ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. ഐ ഡോണ്ട് വാണ്ട് ഓൾ ദാറ്റ്. ഒന്നും എനിക്ക് വേണ്ട. ദൈവം അനുവദിക്കാത്തടത്തോളം എനിക്ക് ശപിക്കാൻ സാധിക്കത്തില്ല. സോ ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്, ഐ എം നോട്ട് കമ്മിങ്. പക്ഷേ ഒരു ചെറിയ കോംപ്രമൈസ് ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തേക്ക് വിട്ടുപോക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ 19 വാക്യത്തിൽ പറയുക, യു ടാരി ഹിയർ, ഇവിടെ ഇന്ന് രാത്രി കിടന്നുറങ്ങ്, ഞാൻ നോക്കട്ടെ ദൈവം എന്തോ പറയുന്നെന്ന്. എന്നിട്ട് ദൈവത്തോട്, കർത്താവേ ഇവരെ ശപിച്ചോട്ടെ, പൊയ്ക്കോട്ടെ, നോ ക്വസ്റ്റ്യൻ. തിങ്ക് അബൌട്ട് ഇറ്റ്. 19 വാക്യം വായിച്ചോട്ടെ, നമുക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ. 19 വാക്യം, ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ, നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? ദൈവം എന്തരുളി ചെയ്യും എന്നൊന്ന് നോക്കട്ടെ. യു പ്ലീസ് സ്റ്റേ ബാക്ക് ഹിയർ. എടാ, ദൈവം ഒരിക്കൽ പറഞ്ഞത് ഇവരുടെ കൂടെ പോകരുത്, ജനത്തെ ശപിക്കരുത്. വൈ ഡു യു നീഡ് എ സെക്കൻഡ് കോൺഫർമേഷൻ? എൻ്റെ ആവശ്യമില്ല. ഇവൻ പറയാം, ഒന്ന് കിടക്ക്, നോക്കട്ടെ കർത്താവ് എന്തു പറയുമെന്ന് നോക്കട്ടെ. 20 വാക്യം, ഗോഡ് കെയിം ടു ബാലാം. ഇന്നേരം ദൈവം വീണ്ടും ബാലാമിൻ്റെ അടുക്കൽ വന്നു. ഗോഡ് കെയിം ടു ബാലാം അറ്റ് നൈറ്റ് ആൻഡ് സെഡ് ടു ഹിം, ഇഫ് ദ മെൻ കം ടു കോൾ യു, ഈ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നെങ്കിൽ, റൈസ് അപ്പ്, എഴുന്നേൽക്കുക, ആൻഡ് ഗോ വിത്ത് ദം, അവരുടെ കൂടെ പോ. ബട്ട് സ്റ്റിൽ ഓൺലി വാട്ട് ഐ ടെൽ യു മേ യു ഡു. കർത്താവെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഇവൻ ചോദിച്ചോ? രണ്ടാമത്തെ പ്രാവശ്യം പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചില്ല. ഹി ഡിഡ്ന്റ് ഈവൻ ആസ്ക്, ഞാൻ പോയി ശപിച്ചോട്ടെ എന്ന് ചോദിച്ചോ? നോ. ഈവൻ ഇതൊക്കെയാണ് സാഹചര്യം എന്ന് പോലും പറഞ്ഞില്ല. രാത്രി കിടന്നൊക്കെ ദൈവം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അവർ വന്ന് നിന്നെ കൊണ്ടുപോകാനല്ലയോ, നീ എന്നിട്ട് അവരുടെ കൂടെ പൊയ്ക്കോ, ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യോ. പ്ലീസ് ടെൽ മീ വൺ നെഗറ്റിവിറ്റി, ഇതിനകത്തുള്ള ഒരു തെറ്റ് പറഞ്ഞാട്ടെ. ദൈവം പറയുന്നത് നീ എന്നിട്ട് പൊക്കോളാൻ. നൗ 22 വാക്യമായപ്പോഴത്തേക്ക് ഗോഡ്സ് ആംഗർ വാസ് കിൻഡിൽഡ്. Think about God's mindset, think about God's responses, ദൈവത്തിൻ്റെ പ്രതികരണങ്ങൾ, ദൈവത്തിൻ്റെ രീതികൾ. And God's anger was kindled because he went, come on, this is something I don't understand. എടാ, ഒരു വാക്യത്തിൽ ദൈവം പറയുന്നു, ചോദിക്കാതെ പറയുക, നീ എന്നിട്ട് പൊക്കോ, ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യോ. 20 വാക്യത്തിൽ, 22 വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. What is the secret? What is the key? താക്കോൽ എന്തോ? What do we take away from this? ദൈവമേ എനിക്ക് പോകണം, ഞാൻ ശപിക്കത്തില്ല, ഒന്ന് പോയി നോക്കിയേച്ചു വരാം. നത്തിങ്, ഒരു വാക്കും പറയുന്നത്. പക്ഷേ ഗോഡ്സ് ആംഗർ വാസ് കിൻഡിൽഡ്. ഞാൻ എവിടാണ് അതിൻ്റെ രഹസ്യമെന്ന് കാണിച്ചു തരാം. 32 വാക്യത്തിലുണ്ട്. 32 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു, നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. മതി. See the secret. ദൈവത്തിൻ്റെ ദൂതൻ, ആക്ച്വലി ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, കർത്താവായ യേശുവിൻ്റെ പ്രീ ഇൻകാർണേറ്റ് ഒരു വിഷൻ. ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സെഡ്, കർത്താവായ യേശു വന്നു എന്നൊരാശയം നമുക്കിവിടെ ഗ്രഹിക്കാൻ സാധിക്കും. ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് വന്ന് ചോദിക്കുകയാണ്, വൈ ഹാവ് യു സ്ട്രക്ക് യുവർ ഡോങ്കി ദീസ് 3 times? എന്തിനാണ് കഴുതനെ 3 പ്രാവശ്യം അടിച്ചത്? സി, ഐ കെയിം ഔട്ട് ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് യു, റെസിസ്റ്റ് യു. നിനക്ക് വിരോധമായി, പ്രതിയോഗിയായി, ശത്രുവായിട്ടല്ല, അഡ്വേഴ്സറിയായി, പ്രതിയോഗിയായി ഞാൻ വന്നിരിക്കുകയാണ്. ഫോർ യുവർ ബിഹേവിയർ, നിൻ്റെ ബിഹേവിയറിൻ്റെ അകത്ത് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഞാൻ പല സ്ട്രോങ് ഹോൾഡ്സ് കീറി അതിൻ്റെ കീറി മുറിച്ച് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക. ഇവൻ്റെ ഹൃദയത്തിൻ്റെ വാക്കുകളിൽ
ഒരിടത്ത് തെറ്റില്ല. കർത്താവേ, ഇവർ വീണ്ടും വന്നല്ലോ, ഞങ്ങൾ പൊയ്ക്കോട്ടെ. നോ, വാക്കുകൾക്കകത്ത് തെറ്റില്ല. ബട്ട് ഹി സേസ്, സീ ദ പ്രോബ്ലം വിത്ത് യു ഇസ് യുവർ ബിഹേവിയർ ഇസ് എ സ്ട്രോങ് ഹോൾഡ്. നിന്റെ രീതികൾ, അതുകൊണ്ട് ഞാൻ നിനക്ക് വിരോധമായി പ്രതിയോഗിയായി, ശത്രുവായിട്ടല്ല പ്രതിയോഗിയായിട്ട് വന്നിരിക്കുകയാണ്. യുവർ ബിഹേവിയർ ഇസ് വിൽഫുള്ളി ഒബ്സ്റ്റിനേറ്റ്. ശാഠ്യമുള്ളൊരുത്തനാണ് നീ. ശാഠ്യം അടുത്തൊരു ഭയങ്കരം കോട്ടയാ, സ്ട്രോങ് ഹോൾഡ്. യുവർ ഒബ്സ്റ്റിനേറ്റ്, ശാഠ്യമുള്ളൊരുത്തനാണ് നീ. നിന്റെ മുൻപിൽ ദൈവം വന്ന് ഉപദേശങ്ങൾ തരും. പ്രവചനത്തിൻ്റെ ആഴം കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Oh my goodness, what deep insight into the prophetic realm, spiritual realm. എല്ലാത്തിലും അസാധാരണ ഉൾക്കാഴ്ചകളും ദൈവം നേരിട്ട് സംസാരിക്കുന്നവൻ. പറയുക, your behavior is willfully obstinate. നിന്റെ ശാഠ്യമുള്ള സ്വഭാവം ഞാൻ അറിയുന്നു. 2, and contrary before me. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അലൈൻ ചെയ്യുന്ന ഒരു ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നിന്റെ will is a stronghold. എൻ്റെ ഹിതം നീ ഇതുവഴി പോകാനാ. പക്ഷേ നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എൻ്റെ ഹിതത്തിന് അനുയോജ്യമല്ല. അതുകൊണ്ട് പ്രവചനമില്ലയോ, അതുകൊണ്ട് ദൈവം വെളിപ്പെടുന്നില്ലയോ, അതുകൊണ്ട് വെളിപ്പാട് ലഭിച്ചില്ലയോ, എല്ലാം ഉണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ലയോ, അസാധാരണമായി വെളിപ്പെട്ടു. അതെല്ലാം ഉണ്ടെങ്കിലും ദർ ഇസ് എ പ്രോബ്ലം, ദർ ഇസ് എ സ്ട്രോങ് ഹോൾഡ്. യുവർ വിൽ, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമല്ല. യുവർ ബിഹേവിയർ, യുവർ ഒബ്സ്റ്റിനേറ്റ്, നിന്റെ ശാഠ്യമുള്ള മനസ്സ്, നിന്റെ യുവർ കോൺട്രറി വേസ് ബിഫോർ മീ. നിന്റെ വഴികൾ എൻ്റെ വഴികൾക്ക് വിപരീതമാണ്. ഒരു വശം ദൈവം പറയുന്നു, എൻ്റെ വഴികൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിൻ്റെ വഴികൾക്ക് മീതെയാണ്. അതൊക്കെ കൊള്ളാം, അന്യഭാഷയൊക്കെ പറയാം, വെളിപ്പാടും പറയാം, വചനം വായിക്കാം, പ്രസംഗിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം, ഭൂതങ്ങളെയും പുറത്താക്കാം. പക്ഷേ നിൻ്റെ വഴികൾ, ഐ കാൺട്ട് വെയിറ്റ്, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, ഐ വിൽ ഗോ ബൈ മൈ വേ. ഒബ്സ്റ്റിനേറ്റ് ആൻഡ് കോൺട്രറി വേസ്, ശാഠ്യമുള്ളതും എൻ്റെ വഴികൾക്ക് വിപരീതവും. ഞാൻ അങ്ങോട്ട് ഈ അധ്യായങ്ങൾ അല്പം ആഴത്തിൽ വായിച്ചാൽ ബിലയാമിൻ്റെ ജീവിതത്തിലെ സ്ട്രോങ് ഹോൾഡ്സ്, തൻ്റെ മനസ്സിലെ സ്ട്രോങ് ഹോൾഡ്സ് എന്തൊക്കെയാണെന്ന് കാണുവാൻ സാധിക്കും. തൻ്റെ കറപ്ഷൻ്റെ പ്രോസസ്സ് എന്തായിരുന്നു എന്ന് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ തൊടുന്നില്ല. വാട്ട് വാസ് ദ പ്രോസസ് വേർ ഹി കമ്മിറ്റഡ്, വേർ ഹി കറപ്റ്റഡ് ഹിംസെൽഫ്? താൻ കറപ്റ്റ് ആകാൻ കാര്യം എന്താണ്? താൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ചാപ്റ്റർ നമ്പർ 23, 23-ാം വാക്യം, 9-ാം വാക്യത്തിൽ, 23-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഒറ്റ പ്രാവശ്യം ശപിച്ചില്ലെങ്കിലും സീ വാട്ട് ഹി ഡസ്, ഭയങ്കരം ഒരു കെണി, ഭയങ്കരം ഒരു ആപ്പ് അടിച്ചു വെച്ചു കൊടുക്കുകയാണ്. 23:9. ശിലാഗ്രഹങ്ങളിൽ നിന്നും ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്നും ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, തനിച്ചു പാർക്കുന്ന ഒരു ജനം. ദാറ്റ് ഈസ് ഹൗ ദ ലോർഡ് വാണ്ട്സ് us. അതിൻ്റെ അർത്ഥം നമുക്ക് ബിസിനസ് കണക്ഷൻസ് പാടില്ലെന്നല്ല, ഫാമിലി റിലേഷൻഷിപ്സ് പാടില്ലെന്നല്ല. പക്ഷേ ഫാമിലിയിലുള്ളവരും ബിസിനസ് ഉള്ളവരും പറയണം, ഇവരുടെ പ്രമാണപ്രകാരം പോയില്ലെങ്കിൽ ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. നമ്മളുടെ ആഘോഷങ്ങളിൽ, നമ്മളുടെ സംസ്കാരങ്ങളിൽ, നമ്മളുടെ രീതികളിൽ ഇടപെടാത്ത തനിച്ചു പാർക്കുന്ന ഒരു ജനം. പന്നന്മാരെന്നല്ല, സഹകരിക്കാത്തവരെന്നല്ല, എല്ലാം നല്ലതാണ്. പക്ഷേ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ക്യാൻ ദ ലോർഡ് വിറ്റ്നസ് ദാറ്റ് അബൌട്ട് യു? തനിച്ചു പാർക്കുന്ന ഒരു ജനമാണെന്ന് പറയുവാൻ സാധിക്കുമോ? തനിച്ചു പാർക്കുന്ന ഒരു ജനം. അതിന് വിപരീതമായി ഭയങ്കരം ഒരു കെണി കൊണ്ടുവച്ചു. ഇവരെ ജാതികളുടെ കൂട്ടത്തിൽ അങ്ങ് ഇടകലർത്തി. ബിലയാമിൻ്റെ സോളിഷ് കൗൺസിൽ, തൻ്റെ ആ കറപ്റ്റഡ് സ്ട്രോങ് ഹോൾഡുള്ള ആ പ്രാണനിൽ നിന്നും വന്ന ചില ആലോചനകൾ പ്രവചന ശബ്ദം പോലെ ശക്തമായിരുന്നു. പക്ഷേ ദൈവജനത്തിന് വിപരീതമായി പോയി. ദ സ്ട്രോങ് ഹോൾഡ്. ജോഷുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം. മോശ പോലും തൊടാത്ത ആ ജനത്തെ ജോഷുവ വന്ന് തൊടുന്നത് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. താങ്ക് യു. അഭിഷക്തന്മാരെ തൊടരുത് എന്നുള്ള പ്രമാണത്തിൽ മോശ തൊടാതിരുന്നവനെ ജോഷുവ വാളിൻ്റെ വിരക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കൈകൾ കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ദൈവപ്രമാണത്തിന് വിപരീതമായി ജോഷുവ നിൽക്കത്തില്ല. ബട്ട് ദർ വാസ് സംതിങ് ദാറ്റ് ഹാപ്പൻ. പ്രവാചകനായി നിന്ന ബിലയാം, he corrupted himself into a soothsayer, മന്ത്രവാദിയായി മാറി. ലിസൺ ടു മീ, ശ്രദ്ധിച്ചു കേൾക്കണം.
നമ്മൾക്കറിയാൻ വയ്യാത്ത ആത്മമണ്ഡലവും ആത്മശക്തിയും ആത്മീയ അധികാരങ്ങളും ആത്മാവിൻ്റെ പല തലങ്ങൾ പെന്തിക്കോസുകാരേക്കാൾ അധികം കൈകാര്യം ചെയ്ത ബിലയാം. പക്ഷേ പ്രവാചകനായി യഹൂദയിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. പോകാൻ സമയമുണ്ടായിരുന്നെങ്കിൽ ആ പ്രവചന ശബ്ദത്തിൻ്റെ ആഴങ്ങൾ, വാട്ട് ഡീപ് പ്രോഫസീസ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ കൈകാര്യം ചെയ്ത ബിലയാം, പ്രവാചകനായിരുന്ന ബിലയാം അല്പം കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു വാസ് എ സൂത്ത് സേയർ, മന്ത്രവാദിയായി മാറി. എങ്ങനെയാണെന്നറിയാമോ? ഒരു മാറ്റവും സംഭവിച്ചില്ല, ഒരു കള്ളപ്രവചനം പറഞ്ഞില്ല. കോട്ടയ്ക്കകത്തിരുന്ന ശക്തികൾ തന്നെ കറപ്റ്റ് ചെയ്ത് കളഞ്ഞു. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ കോട്ടകൾ ശത്രു കെട്ടാതെ ഞങ്ങളുടെ ആത്മാവിൻ്റെ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ദുർഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയുന്നതായിരിക്കും. പ്രവചന ശബ്ദങ്ങൾ പറയുവാൻ കഴിവുള്ള കൃപാവരങ്ങളായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾ സഹോദരൻ്റെ പെടലിക്കോ മറ്റൊരുത്തിന് വിരോധമായിട്ടോ അല്ല, പകരം ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന, ക്രിസ്തുവിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് വിപരീതമായി ഞങ്ങൾക്ക് വിരോധമായി ഉയരുന്ന കോട്ടകളെ തകർത്ത് കളയുവാൻ ശക്തമായ ആയുധങ്ങൾ കണ്ടുണർന്ന് അത് ഞങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ബലം തരണം. ശക്തനായ പ്രവാചകൻ എന്ന തലത്തിൽ ഹല്ലേലൂയ, ഏറ്റവും ശക്തന്മാരായ പ്രവാചകന്മാരായ യെശയ്യാവിനെ പോലെ, യോനയെ പോലെ ആയിരുന്ന ബിലയാമിനെ, ചില നാളുകൾ കൊണ്ട് അഭിഷക്തനായിരുന്ന ബിലയാമിനെ മന്ത്രവാദിയാക്കി തരം താഴ്ത്തിക്കളഞ്ഞ ഹൃദയത്തിലെ കോട്ടകൾ കണ്ണുണരുവാൻ കഴിയാതെ പോയിടത്തുനിന്ന് കർത്താവേ, ഞങ്ങൾക്കത് പാഠമായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രാണനിൽ ഉയരുന്ന സകല കോട്ടകളെയും ഇടിച്ചെടുക്കുവാൻ ആത്മാവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ദൈവത്താൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വരുന്ന ആഴ്ചകളിൽ സ്പെഷ്യലി when I touch the സബ്ജക്റ്റ് ഓഫ് സ്ട്രോങ് ഹോൾഡ്സ്, ഇന്ന് സ്ട്രോങ് ഹോൾഡ്സ് എന്നുള്ള വിഷയമല്ല എടുത്തത്, പക്ഷേ അതിനെ കുറിക്കുന്ന ചില ആശയങ്ങളാണ് എടുത്തത്. വെൻ വി ടച്ച് ദാറ്റ്, ഐ വോണ്ട് ടു ഗോ മച്ച് മോർ ഡീറ്റെയിൽഡ് ഇൻ ടു ടച്ചിങ് പ്രാക്ടിക്കൽ തിങ്സ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജോൺ പാസ്റ്റർ വന്നാട്ടെ, പ്ലീസ് കം ആൻഡ്